ഒരു 19 പ്രാവശ്യമൊക്കെ മമ്മി ഗ്ലാസ് മാറ്റി കാണും. അവസാനമായപ്പോഴത്തേന് മമ്മി പറഞ്ഞു ഇനി ഇവിടെ ഗ്ലാസ് മാറ്റുന്ന പരിപാടിയില്ല. അപ്പോൾ ഈ ബോൾ വന്ന് കൊണ്ട് ഗ്ലാസ് പൊട്ടുമ്പോൾ ഗ്ലാസ് മാറ്റാൻ ആശയം വരണം. അപ്പോൾ അത് ഒരുപാട് പ്രാവശ്യമായി മമ്മി പറഞ്ഞു ഇനി ഇതെല്ലാം എന്ത് ചെയ്യണം, മറ്റേ ഒരു പ്ലൈവുഡ് അടിച്ചിട്ട് അതിനകത്ത്. സ്പോർട്സ് മേഖലയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് ഒരു ഭയങ്കര ഒരു എനർജി ഉള്ളൊരു ഏരിയയാണ്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ എന്തുണ്ടാവും, ഫെയിലിയേഴ്സ് ഡേ ബൈ ഡേ ഇങ്ങനെ ഫെയിലിയേഴ്സ് അനുഭവിക്കുന്ന സംഭവം. അങ്ങനെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ സ്പോർട്സിൻ്റെ ഒരു ഫെയിലിയർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻറ്റിൽ എത്തിയിട്ടുണ്ടോ? തോക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളതിനപ്പുറത്ത് ആ തോൽവി വരുന്ന സമയത്ത് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ എനർജി നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു അൺസർട്ടനിറ്റി വന്നിട്ട് നിർത്താം, മതി, അല്ലെങ്കിൽ ഇനി വിരമിച്ച് പോയാലോ എന്നൊക്കെ തോന്നിയൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്? ഹായ് ഓൾ, അൺടോൾഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് 2010 കാലഘട്ടങ്ങളിൽ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന മിസ്റ്റർ സോണി ചെറുവത്തൂർ. അദ്ദേഹമാണ് നമുക്കിപ്പം ഇന്ന് അതിഥിയായി ചേർന്നിരിക്കുന്നത്. ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലെ സ്പോർട്സ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടപ്പ് സ്പിൻവിക്ക് എന്നുള്ള ടാൽറോപ്പിൻ്റെ ഒരു സ്വപ്നം അത് ഡ്രൈവ് ചെയ്യുന്ന സൈറാഷ് മസൂദിനോടൊപ്പം ഡ്രൈവ് ചെയ്യുന്ന സോണി ചെറുവത്തൂരാണ്. അദ്ദേഹമാണ് അത് കോഫൗണ്ടറായിട്ട് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര, ഈ സ്പോർട്സ് ജേണിയിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും യാത്രകളും ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ സ്പിൻവിക്ക് എന്നൊരാശയത്തിന് എങ്ങനെ അദ്ദേഹം നോക്കിക്കാണുന്നു എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം മിസ്റ്റർ സോണി ചെറുവത്തൂർ. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് സ്പോർട്സിലൊരു ജേണി ഉണ്ടായിരിക്കുമല്ലോ, സ്കൂൾ കാലഘട്ടത്തിൽ സ്പോർട്സിലേക്ക് വന്നു, പതിയെ അതൊരു പ്രൊഫഷണൽ ജേണിയിലേക്ക് എത്തി. ആ ജേണി എങ്ങനെയാണ് നമ്മുടെ ആളുകളോടൊക്കെ ഒന്ന് പറയുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, ഞാനൊരു വളരെ ഒരു സ്മോൾ ടൗൺ ബോയ് ആണെന്ന് എനിക്കെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. കാരണം അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കാരണം ക്രിക്കറ്റുണ്ട്, ഫുട്ബോളുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്താണ് ഫുട്ബോൾ കളിക്കുക എല്ലാവരും കൂടി. അത് കഴിഞ്ഞ് കുറച്ച് കാലം നമുക്ക് കഴിഞ്ഞ് നെറ്റ് കെട്ടിയിട്ട് ബാഡ്മിൻ്റൺ കളിക്കും. അപ്പോൾ പോരാത്തതിന് ഏതാണ്ട് 3 ആമക്കളുള്ള ഒരു ഫാമിലിയെ പറ്റി ആലോചിച്ചറിയാലോ. അവിടെ ക്രിക്കറ്റ് വലിയൊരു ഘടകമായിരിക്കും. സ്കൂളിലും ക്രിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, അല്ലാതെ ക്രിക്കറ്റിനെ പ്രൊഫഷണലിസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗെയിമായിട്ട് ഇതിനെ മാറി അതിൻ്റെ ഒരു ജീവിതം ആകുമെന്നൊന്നും ഒരു കാലത്തും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. തെണ്ടുൽക്കർ വളർന്നു വരുന്നു, തെണ്ടുൽക്കർ 16 വയസ്സിൽ ഇന്ത്യ കളിക്കുന്നു, ഞാനും കളിക്കും ഇന്ത്യ, അല്ലെങ്കിൽ എനിക്കും കളിക്കണം. പക്ഷേ അത് അവിടെ എത്താം, അല്ലെങ്കിൽ അവിടെ എത്തണം എന്നുള്ള ആഗ്രഹമുള്ളതിനപ്പുറത്ത് എന്താണ് അതിലേക്കുള്ളൊരു പാത്വേ എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചതും ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. സ്കൂള് പുത്തൻകാവ് സ്കൂളിലായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് വളരെ ഒരു അനുകൂലമായിട്ടുണ്ടായിരുന്നത് ഒന്ന്, ആണുങ്ങൾ മാത്രമുള്ള വീടായിരുന്നു. അമ്മയും അച്ഛനും ഒന്നും അങ്ങനെ വീട്ടിൽ ആരെങ്കിലും വരുന്നതിനുള്ള തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് എല്ലാവരുടെയും വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടയിലെ സ്റ്റാഫ് കാണും, അടുത്തുള്ള ആൺപിള്ളേരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഒരു വീട്ടിൽ നീളത്തിൽ ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു തലമുറ കഴിഞ്ഞിട്ടും വീടിൻ്റെ 2 നിലയാണ് വീടിൻ്റെ പുറകിലത്തെ വീടിൽ വെട്ടം കയറില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു 19 പ്രാവശ്യമൊക്കെ മമ്മി ഗ്ലാസ് മാറ്റി കാണും. അവസാനമായപ്പോഴത്തേന് മമ്മി പറഞ്ഞു ഇനി ഇവിടെ ഗ്ലാസ് മാറ്റുന്ന പരിപാടിയില്ല. അപ്പോൾ ഈ ബോൾ വന്ന് കൊണ്ട് ഗ്ലാസ് പൊട്ടുമ്പോൾ ഗ്ലാസ് മാറ്റാൻ ആശയം വരണം. അപ്പോൾ അത് ഒരുപാട് പ്രാവശ്യമായി മമ്മി പറഞ്ഞു ഇനി ഇതെല്ലാം എന്ത് ചെയ്യണം, മറ്റേ ഒരു പ്ലൈവുഡ് അടിച്ചിട്ട് അതിനകത്തോട്ട് വീട്ടിൻ്റെ പുറകിൽ നിന്ന് വെട്ടം വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷണൽ ഗെയിമിലേക്ക്, ഒരു പ്രൊഫഷണൽ സ്പോർട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കോളേജ് കാലഘട്ടത്തിൽ. ഒരു പക്ഷേ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ടീമിൽ സെലക്ഷൻ കിട്ടി. അതൊരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും എൻ്റെ ജീവിതം മാറി മറിഞ്ഞ ഒരു ഫീലാണെന്ന് പറയാം. കാരണം ഇൻ്റർ കോളേജ് മത്സരത്തിൽ ഒരു മാർഷൽ ചെയ്തു. പക്ഷേ അതിനുശേഷം യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ പോയപ്പോൾ അന്ന് പ്രീ ഡിഗ്രി 11ാം ക്ലാസ്. അപ്പോൾ പ്രീ ഡിഗ്രി കോളേജിലാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാരുടെയൊക്കെ ഒരുപാട് സൗഹൃദവും അവരുടെ സ്നേഹവും, ഇവൻ കളിക്കാനുള്ള ഓടി വന്ന് എറിയുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സെലക്ഷനാണ്. ഓപ്പൺ സെലക്ഷൻ പോയപ്പോൾ ആദ്യമായിട്ട് ഈ സെലക്ടറായിട്ട് വന്ന ഒരു
ഒരു പരിശീലകനായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അദ്ദേഹം മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുമെന്നൊക്കെയുള്ള, അപ്പോൾ അവൻ ചെറുതാണോ വലുതാണോ അവൻ കൊള്ളാമെങ്കിൽ അവൻ ഉണ്ട്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നിരിക്കണം. എനിക്കൊന്നും എന്തുകൊണ്ടാണ് ടീമിൽ കിട്ടിയതെന്ന് എനിക്കോ ആർക്കോ ഒരു വലിയ ബോധ്യമോ അല്ലെങ്കിൽ ഉറപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും തിരുവനന്തപുരത്തും ഒക്കെയുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഒരു 12 പേര് കാണും, ബാക്കി ഒരു 2 പേര് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്ന് കാണും. അപ്പോൾ അതിനകത്ത് പക്ഷേ എനിക്ക് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അന്ന് ഒരുപക്ഷെ സെലക്ഷൻസിലൊക്കെ നന്നായിട്ട് ചെയ്തു. അവസാനം ബാറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഉഗ്രനായിട്ട് ബാറ്റും ചെയ്തു. പക്ഷേ എനിക്ക് എനിക്ക് കളിക്കാം അല്ലെങ്കിൽ കളിക്കണം എന്നൊക്കെ തോന്നിയത് ആ ഒരു യൂണിവേഴ്സിറ്റി സെലക്ഷനോട് കൂടിയിട്ടാണ്. അത് ജീവിതത്തിലൊരു വഴിത്തിരിവായി എന്ന് പറയാം. പിന്നെ എനിക്ക് അത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ എഞ്ചിനീയർ ആക്കണം, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാവുന്നത് അത്യാവശ്യം പഠിക്കുമെങ്കിൽ ഇവനെ എന്ത് ചെയ്യണം, എഞ്ചിനീയർ ആക്കണം. അതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. അവരുടെ സ്വപ്നം അതായിരുന്നു. അപ്പോൾ പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു രീതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളോട് അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നീട് ഡിസ്ട്രിക്റ്റ് കളിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വേറൊരു വഴിയൊന്ന് സഞ്ചരിച്ചോക്കണം ഒന്ന്. പക്ഷേ അത്തരത്തിലൊരു മാറിയ വഴി സഞ്ചരിക്കാമെന്നുള്ളതോ അല്ലെങ്കിൽ അതെനിക്ക് എൻ്റെ പേരൻസിന് കൺവിൻസ് ചെയ്യാമെന്നുള്ളതോ ധാരണയല്ല. കാരണം ക്രിക്കറ്റ് കളിച്ച് അന്ന് ഈ ക്രിക്കറ്റിൽ ഇത്രയും പൈസയും ഗ്ലാമറൊന്നും ഇല്ലാത്ത സമയം കൂടിയാണ്. അതുമാത്രമല്ല, പറമ്പിൽ കളിക്കാൻ പോകുന്നവൻ അല്ലെങ്കിൽ ഈ കാക്ക കൊള്ളാത്ത വെയിലത്ത് നീ എന്തടാ പോയി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരും. പിന്നീട് തമാശയായിട്ട് ഞാനിങ്ങനെ ഈ വൈഫിനോട് ഇങ്ങനെ പറയും, അതായത് ഈ കല്ലിലെ പെണ്ണ് കാണാൻ പോയ സമയത്ത് രണ്ടാമത് അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ അമ്മാവന്മാരും പയ്യൻ ഇതൊക്കെയാണ് എന്നൊക്കെ പറയും, പയ്യൻ ഇവൻ കളിക്കാരനൊക്കെയാണ്. അപ്പം അന്ന് ഞാൻ രഞ്ജി ട്രോഫിയൊക്കെ കളിക്കുന്നതാണ്, ക്യാപ്റ്റനായിട്ടുള്ളതേ ഉള്ളൂ. അത്യാവശ്യം പത്രത്തിൽ പേരും പടമൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ വീട്ടിലെ അമ്മാവൻ പറയുന്നതാണ്, അതൊന്നും സാരമില്ല, കല്യാണമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. ഏതോ ഒരു കുഴപ്പമുള്ള പോലെയാണ് അന്നത്തെ കാലത്ത് ഈ ക്രിക്കറ്റിനെയും അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നവരെയൊക്കെ കണ്ടത്. കാരണം അതൊരു കരിയർ ഓപ്ഷനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ചെറിയ ടൗണുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ +2 ആയി കഴിഞ്ഞ സമയത്ത് +2 എനിക്കിതുപോലെ +2 അല്ല പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ സമയത്ത് എനിക്കിതുപോലെ തോന്നി എനിക്കെന്തോ ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷേ അച്ഛനും അമ്മയും ആകെ ശ്രദ്ധിക്കുന്നത് ഗുരുക്കന്മാരെ മാത്രമാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, സാറിൻ്റെ പേരും എനിക്ക് ഓർമ്മയുണ്ട്, KV മാത്യു സാർ എന്നാണ്. അദ്ദേഹം ഫിസിക്സിൻ്റെ അന്ന് അദ്ദേഹത്തെ പ്രിൻസിപ്പൾ അദ്ദേഹമായിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പളായി നിൽക്കുന്ന സമയം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വീട്ടിൽ പറഞ്ഞു, പപ്പയെ അതുപോലെ പ്രിൻസിപ്പളിനൊന്ന് കാണാൻ പോകണം, പ്രിൻസിപ്പൾ വീട് തിരുവല്ലയാണ്, എന്താണ് ഒന്ന് പപ്പയെ കാണണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ കിട്ടുന്നു. അപ്പോൾ അന്ന് കോളേജിൽ നിന്നും അടുത്ത കാലത്തൊന്നും ആർക്കും യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടില്ല. എനിക്ക് +1 പഠിപ്പിക്കുന്ന പയ്യന് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കോളേജിലൊക്കെ ഒരു സന്തോഷം, പ്രിൻസിപ്പളിന് സന്തോഷമാണ്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ഞാൻ പപ്പയും കൂടെ പോയി കണ്ട സമയത്ത് പുള്ളി ഇങ്ങനെ പപ്പയോട് പറഞ്ഞത്, മിസ്റ്റർ കുര്യാക്കോസ്, നിങ്ങളുടെ മകൻ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഇത്രയും കോളേജുകളിലെ കുട്ടികളിൽ നിന്ന് 16 പേരെ സെലക്ട് ചെയ്തതിൽ ഒന്ന് നിങ്ങളുടെ മകനാണ്, അവന് എന്താണോ വേണ്ടത് അത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു 10-22 വയസ്സായി ഒരു 10 രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം. പക്ഷെ അവിടുന്ന് ഒരു 6-7 വർഷം എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരക്ഷരം പോലും ചോദിക്കാതെ പപ്പയും മമ്മിയും അതെ വളരെ സന്തോഷമായിട്ട് നോക്കിയിട്ടുണ്ട്. അവിടുന്നാണ് പിന്നീട് അടുത്ത വർഷം ഞാൻ ഈ കോളേജിൽ നിന്ന് ചെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിനീയറിങ്ങിന് വിടരുത്, അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ അത് ഉണ്ടായില്ല. എൻജിനീയറിങ്ങിന് മമ്മി എഴുതണമെന്നൊക്കെ പറഞ്ഞു. മമ്മിക്കും ഈ പറഞ്ഞ ഒരു മോനെങ്കിലും എൻജിനീയർ ആക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ചേട്ടൻ വേറെ വഴിക്ക് പോയി MBA ഒക്കെ എടുത്ത് ആ വഴിക്ക് പഠിക്കാൻ എടുക്കണമായിരുന്നു. അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഈ കച്ചവടം നോക്കാനെങ്കിലും ഒക്കെ ഒരുത്തം വേണമല്ലോ എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടായില്ല. പരീക്ഷ എഴുതുന്ന ദിവസം ഞാൻ മുങ്ങി, അതായത് ഈ മറ്റേ എൻട്രൻസ് ടെസ്റ്റിൻ്റെ സമയത്ത്. പക്ഷേ കഷ്ടകാലത്തിന് ഈ സ്പോർട്സ് കോട്ടയുടെ ലിസ്റ്റ് വന്ന സമയത്ത് അതിനകത്ത് പേരുണ്ടായിരുന്നു. മമ്മിക്ക് വിഷമമൊക്കെ ആയി. പക്ഷേ അത് അവിടെ പോകാതിരുന്നത് ജീവിതത്തിലൊരു വലിയ മാറ്റമായിരുന്നു. അതെ. അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് മേഖലയിലേക്ക് എത്തി. പിന്നെ നമ്മൾ ഈ സ്പോർട്സ് മേഖലയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് ഒരു ഭയങ്കര ഒരു എനർജി ഉള്ളൊരു ഏരിയയാണ്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ എന്തുണ്ടാവും, ഫെയിലിയേഴ്സ് ഡേ ബൈ ഡേ ഇങ്ങനെ ഫെയിലിയേഴ്സ് അനുഭവിക്കുന്ന സംഭവം. അങ്ങനെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ സ്പോർട്സിൻ്റെ ഒരു ഫെയിലിയർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻറ്റിൽ എത്തിയിട്ടുണ്ടോ? അല്ല, സത്യത്തിൽ സ്പോർട്ട് പഠിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് എന്നുള്ള സ്പോർട്ട്. കാരണം ക്രിക്കറ്റിനെ എപ്പോഴും പറയുന്നത് എ ഗെയിം ഓഫ് ഗ്ലോറിയസ് അൺസർട്ടനിറ്റീസ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു, ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നു, അവിടെ പോലും
അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഏസ്നോ പറഞ്ഞാൽ നമ്മൾ വഴി നിൽക്കും ആദ്യത്തെ പന്തിൽ തന്നെ ഔട്ടായിട്ട് മാറാം. നമ്മുടേതല്ലാത്ത തെറ്റിന് പോലും നമുക്ക് ഔട്ടാവാൻ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകും. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് ഈ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ യൂണിവേഴ്സിറ്റി കളിച്ചു. അതിന് ശേഷം പിന്നീട് വളരെ യാദൃശ്ചികമായിട്ട്, കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ്. ഞാൻ അണ്ടർ 23 സ്റ്റേറ്റാണ് ആദ്യം കളി. ഞാൻ എനിക്കാണ്ട് 17-18 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് ക്രിക്കറ്റ് ഈ സെലക്ഷൻ, അത് ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിക്ട് ടീമുണ്ട്, ഡിസ്ട്രിക്ട് ടീമിന് സെലക്ഷനുണ്ട്. ആ സെലക്ഷന് പോകാം. സെലക്ഷന് പോയാൽ സോൺ ടീമിലേക്ക് കിട്ടും. അവിടുന്ന് സോൺ ടീമിൽ നിന്ന് സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് പ്രോബിൾസിൽ വരും. അവിടെ അത്തരത്തിലുള്ള വഴികളും ആ ഒരു പാത്വേ ഒന്നും എനിക്ക് പരിചയമായിരുന്നില്ല. അവിടെ പരിചയമായിരുന്നു മാത്രമല്ല, അത് ആദ്യമായിട്ട് കളിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള യാത്രയിൽ പോയിട്ട് സ്റ്റേറ്റ് ടീം ഒന്നും ഒരിക്കലും കിട്ടില്ല. അതും ഏതാണ്ട് അണ്ടർ 19 ബാക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് അണ്ടർ 23 സെലക്ഷൻ. അപ്പോൾ പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് അന്ന് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് സംഭവിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത് വളരെ എളുപ്പം പോലെ എനിക്ക് തോന്നി. അതായത് ഇങ്ങനെ കളിക്കുന്നു, പോകുന്നു, കിട്ടുന്നു, എളുപ്പം, വളരെ സിമ്പിൾ. കാരണം എനിക്ക് അത്ര എളുപ്പത്തിലാണ് കിട്ടിയത്. കാരണം മറ്റുള്ള ഒരാൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാനൊരു സ്റ്റേറ്റ് ടീമിൽ വലിയ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ കളിക്കാൻ പോകുന്നു. എൻ്റെ കൊച്ച് പട്ടണത്തിൽ നിന്ന് ഞാൻ നേരെ വേറൊരു ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, AC റൂമിൽ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ പുതിയ അനുഭവങ്ങളായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് അല്ലേ, നമ്മൾ കളിക്കുന്നു, എന്നിട്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ പക്ഷേ അതിനു മുമ്പ് നീ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചെയ്തു? ഇതിന് ഒരു സ്പോർട്സ്മാന് വേണ്ട തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ടെക്നിക്കലായിട്ടുള്ള സാധനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഴിവ് വെച്ചിട്ട് ഈ സാധനം കയറി അപ്പുറത്തെത്തി. പക്ഷേ അവിടെ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞ് സ്റ്റേറ്റിലും ഇത്തരം 2 മത്സരങ്ങൾ നന്നായിട്ട് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചുറി വന്നു. അപ്പോൾ ഈ ഇഞ്ചുറി എന്നുള്ളത് അങ്ങനത്തെ ഒരു വേർഡ് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇഞ്ചുറി, അല്ലെങ്കിൽ നമുക്ക് അവിടെ വേദനയുണ്ട് ഇവിടെ വേദനയുണ്ടെന്ന് പറയും. ഇഞ്ചുറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ അന്ന് എനിക്ക് തോന്നുന്നു സ്കാപ്പുലയിലാണ് ഒരു ഇഞ്ചുറി, ഷോൾഡറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതെന്താണ് സംഭവം? അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് റീഹാബ് ചെയ്യണം, അല്ലെങ്കിൽ ടീമിൽ നിന്ന് മാറി നിൽക്കണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം. പക്ഷേ അപ്പോഴാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ എന്നെ ഹിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു 2-3 വർഷം വളരെ ഒരു റിയലൈസേഷനായിരുന്നു. അതായത് നീ എങ്ങനെയോ കളിച്ചു വരുന്നതിൻ്റെ ഭാഗ്യം. പക്ഷേ ആ സമയത്ത് നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല മെൻറ്റേഴ്സ് ഉണ്ടാവണം, നമ്മളെ വഴി കാട്ടാനും നമുക്ക് ശക്തി പകരാനും ആളുകൾ ഉണ്ടാവണം എന്നുള്ള വലിയ കാര്യമാണ്. പക്ഷേ അതുണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ അടിത്തറ ശക്തിപ്പെടാനായിട്ട് തോൽവികൾ നല്ലതാണ്. തോൽവികൾ നമ്മൾ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് മനസ്സിലായി ഇത് എത്ര ഉള്ളൂ എന്ന് തോന്നിയത്. അത്രയല്ല, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്, ശരീരത്തെ നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിന് ടെക്നിക്കൽ സൈഡ് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത്. പക്ഷെ അതിന് എനിക്ക് പി ബാലേന്ദ്രൻ സാർ എന്ന് പറയുന്ന ഒരു മികച്ച പരിശീലനം കിട്ടി. അതിനുശേഷം എൻ്റെ ജീവിതം തന്നെ ഞാൻ എറണാകുളത്തേക്ക് തൃപ്പൂണിത്തുറയ്ക്ക് മാറ്റിയും അവിടുന്ന് യഥാർത്ഥമായ പഠനം ഏതാണ്ട് അവിടെയാണ് ലഭിച്ചതെന്ന് പറയാം. പക്ഷെ അത് ക്രിക്കറ്റിൽ എല്ലാ ദിവസവും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അതുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയത്തിട്ട എഫേർട്ടും ആ തോൽവികളിൽ നമുക്ക് അവിടെ നിൽക്കാനും ആ പെർസിവറൻസ് കാണിക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നീട് എനിക്ക് ഒരു നല്ലത് വന്ന സമയത്ത് വളരെ കൺസിസ്റ്റൻ്റായിട്ട് സസ്റ്റൈൻഡായിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റി. അപ്പോഴും എനിക്ക് അഹങ്കരിക്കാൻ തോന്നിയില്ല, കാരണം ഞാൻ ആ വഴിയാണ് വന്നത്. അപ്പോൾ തോൽവിക്കും ഒരു വിജയത്തിനും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് സ്പോർട്ട് പഠിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതെ അതെ. ഇപ്പോൾ കേരള ടീമിൻ്റെയൊക്കെ ക്യാപ്റ്റനായി അങ്ങനെ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു ഒരു ഫീല്? അല്ല, ഞാൻ ക്യാപ്റ്റനായി എന്ന് പറയുന്ന സമയത്ത് അതിന് രസകരമായ മറ്റൊരു കാര്യമുണ്ട്. അത് ഞാൻ ക്യാപ്റ്റനാകുമ്പോൾ എന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമയത്താണ് ഞാൻ ക്യാപ്റ്റനാകുന്നത്. ടീം നന്നായിട്ടൊക്കെ ചെയ്യുന്ന സമയമായിരുന്നില്ല. അപ്പോൾ 1-2 വർഷമായിട്ട് കാര്യമായിട്ട് നന്നായിട്ട് ചെയ്യുന്നില്ല. ഞാൻ 2001 കേരള സീനിയർ ടീം രഞ്ജി ട്രോഫി ടീമിലേക്ക് എത്തുന്നത്. 2001 2001, 2, 3, 4, 5, 6 അതായത് ഏതാണ്ട് 6 വർഷത്തോളം നമ്മുടെ ഭാഗ്യവും ദൗർഭാഗ്യമൊക്കെ നമ്മൾ കേരളത്തിനാകെ ഇതുവരെ ഇന്ന് ദിവസം നമ്മൾ ഇരിക്കുന്നവരെ 2 ടെസ്റ്റ് പ്ലേയേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. ടെസ്റ്റ് കളിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ടെസ്റ്റ് കളിച്ചിട്ടില്ല ഇതുവരെ. കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായിട്ട് കളിച്ചത് ടിനു യോഹന്നാൻ എന്ന ഫാസ്റ്റ് ബോളറാണ്. രണ്ടാമത് കളിച്ചത് ശ്രീശാന്ത്. രണ്ടുപേരും ഫാസ്റ്റ് ബോളേഴ്സാണ്. എൻ്റെ കഷ്ടകാലത്തിന് ഞാനും ഫാസ്റ്റ് ബോളറാണ്. ഞാനും ഇവരുടെ സമയത്താണ് ക്രിക്കറ്റ് കളിക്കാനും അല്ലെങ്കിൽ കേരള ടീമിൽ എത്താനും ഒക്കെ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന്
ടിനു ഇന്ത്യൻ ടീമിലേക്ക് കിട്ടുന്നു. അപ്പോൾ ടിനു എന്തായാലും ടീമിൽ കാണും. അതിനുശേഷം ശ്രീശാന്തിന് ഇന്ത്യൻ ടീമിലേക്ക് കിട്ടുന്നു. അപ്പോഴൊക്കെ തന്നെ വെള്ളം കൊടുക്കാൻ ഞാൻ വളരെ റെഡിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2001 മുതൽ 2006 വരെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കാൻ പറ്റി. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് തോൽവിയായിട്ട് കണ്ടാൽ അങ്ങനെ, പക്ഷേ അതൊരു പഠനമായിട്ട് അതിനകത്തിൻ്റെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് കണ്ടാൽ അങ്ങനെ. അപ്പോൾ 1 തൊട്ട് ഇടയിലൊക്കെ ഓരോ മാച്ച് കിട്ടും. ഞാൻ 2005 വരെ ആകെ 3 മാച്ചേ കളിച്ചുള്ളൂ. 2006 എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ 3-4 മാച്ച് കളിച്ചു. അങ്ങനെ ഞാൻ 2008 ക്യാപ്റ്റനാവുന്ന സമയത്ത് ഞാൻ ആകെ കളിച്ചിട്ടുള്ളത് 8 മത്സരമാണ്. പക്ഷേ ഒരു 50 മത്സരങ്ങൾ വെള്ളം കൊടുത്ത് എൻ്റെ പരിചയ സമ്പത്തിലാണ് എന്നെ ക്യാപ്റ്റനാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് തൊട്ട് മുമ്പുള്ള സീസൺ വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് 5 വിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ കേരളം ജയിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ 7 വിക്കറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ഫേസ് ആ 2006 സീസണിൻ്റെ അവസാനത്തെ 3-4 മത്സരങ്ങൾ, ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറയും കല്യാണം കഴിച്ച എൻ്റെ ഭാഗ്യമാണെന്ന് പറയും. കാരണം അതുവരെ വെള്ളം കൊടുക്കായിരുന്നു. 2006 കല്യാണം. അപ്പോൾ അതിനുശേഷം വെച്ചടി കയറ്റമാണെന്നാണ് അവൾ അവകാശപ്പെടുന്നത്. പക്ഷേ ആ ഒരു സീസണിന് ശേഷം 2007 വന്ന സമയത്ത് അത്തരത്തിലൊരു മാറ്റവും ഒരു ടീമിന് മൊത്തത്തിൽ ചേഞ്ചസ് വന്ന സമയത്താണ് ഇതുപോലെ വെള്ളം കൊടുക്കുന്നവനെയും കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് ചെയ്തതാണ്. ഇത്രയും വർഷത്തെ പരിചയ സമ്പത്തൊക്കെ ഉണ്ട്. പിന്നെ എനിക്കറിഞ്ഞൂടാ വേറെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഒരു ലീഡർ എന്നുള്ള ഇതിൽ നിന്ന് കണ്ടിട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷേ 2007 ക്യാപ്റ്റനാവുന്നു. അതേ സീസണിൽ തന്നെ നമ്മൾ ഗുജറാത്തിൽ സൂറത്തിൽ ഔട്ട്റൈറ്റ് തോപ്പി. ഗുജറാത്തിനകത്തെ പാർത്ഥിവ് പട്ടേലൊക്കെയുള്ള ഒരു അക്കൊറി സെമി ഫൈനൽ കളിച്ച ടീമാണ്. ആ ടീമിനെ നമ്മൾ അവരുടെ നാട്ടിൽ ഔട്ട്റൈറ്റ് തോപ്പിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും. അതൊരു നമ്മുടെ ടീമും ഞാനും ഒക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വർഷമായിരുന്നു. അതിനുശേഷം 2008 അത്തരത്തിലൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ക്യാപ്റ്റൻ ആയി എന്ന് തോന്നുന്നത് അതിന് മുമ്പുള്ള ചില രഞ്ജി ട്രോഫി അല്ലാതെ ഫസ്റ്റ് ക്ലാസ് അല്ലാത്ത ഒരു ടൂർണമെൻറ്റിലൊക്കെ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് ഞാനൊരു പോപ്പുലർ ഫിഗർ ആയിരുന്നു. ഒരു ചേട്ടനായിട്ടുണ്ട്, പക്ഷേ കളിച്ച് ശീലമില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാരണം കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഒരു സമയത്തും കംപ്ലൈൻറ്റ് പറഞ്ഞത്, എനിക്ക് കംപ്ലൈൻറ്റ് തോന്നിയിരുന്നു, ഞാനത് ആസ്വദിച്ചിരുന്നു. വെള്ളം കലക്കുന്ന അന്ന് കാർബോ പ്ലസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, ആ പൊടി ഇറക്കി കൊടുക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ മിക്സർ എനിക്ക് കൃത്യ അളവറിയായിരുന്നു. കറക്റ്റ് ഇട്ടാൽ ഞാൻ പറയാം ഇത് കറക്റ്റാണ്, നല്ല രസത്തിൽ കിട്ടും, ഇത് കറക്റ്റ് എനർജിയാണ്, ഇത് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ കാരണം അത്രത്തോളം വെള്ളം കൊടുത്തിട്ടുണ്ട്. ഒരു സീസണിൽ എനിക്ക് ആ സീസൺ കഴിഞ്ഞപ്പോൾ ആലോചിച്ചാണ്. കാരണം നമ്മൾ പാലക്കാടായിരുന്നു ആദ്യത്തെ മാച്ച്. പാലക്കാട് നിന്ന് നമ്മൾ നേരെ പോയി ദിബ്രുഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് ബംഗ്ലാദേശിനടുത്താണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ജമ്മുവിലേക്ക് പോന്നു, മുകളിൽ. അവിടുന്ന് ഇൻഡോറിലേക്ക് വന്നു, പിന്നെ ജയ്പൂരിലേക്ക് പോയി, പിന്നീട് അവസാനം വീണ്ടും പാലക്കാട് വന്നു. അപ്പോൾ പാലക്കാട് വന്നൊരു അവസാന മാച്ചായപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, എൻ്റെ ദൈവം ഇത് എല്ലായിടത്തും കറങ്ങി, ഇവിടെ എല്ലായിടത്തും ഞാൻ വെള്ളം കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മളിത് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള സംശയവും ഒരുപാട് നമുക്ക് അങ്ങനത്തെ മനപ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് സമ്മതിക്കും. പക്ഷേ അത് ഇതിനൊക്കെ എന്തിനാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും കുറച്ച് പൈസയും കിട്ടും, പുറത്തിരുന്നാലും പകുതി പൈസയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫീലിംഗ്, അവിടെ പരാതി പറയാതെ അടുത്ത് നിൽക്കുന്നവന് വെള്ളം കൊടുക്കാൻ മടിയില്ലാതെ കൊടുത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നീട് ഞാൻ ക്യാപ്റ്റനായ സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു പറ്റം എൻ്റെ ആർമി എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ടീമിൽ നിന്ന് എനിക്ക് അത് വല്ലാണ്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ക്യാപ്റ്റനായ സമയത്ത് ഓഫ് കോഴ്സ് അത് ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അത് നല്ല രീതിയിൽ ആസ്വദിച്ചു. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു ക്യാപ്റ്റനായിട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ എറിയട്ടാന്ന് ചോദിക്കും, ഞാൻ എറിയാം എന്ന് പറയും. അപ്പോൾ പക്ഷെ അങ്ങനത്തെ വളരെ എന്താണ് പറയുന്നത്, വലിയ ലീഡർ എന്ന് പറയുന്ന ലീഡറല്ല, അതിൻ്റെ കൂടെയുള്ള ഒരാൾ പേര് ക്യാപ്റ്റൻ എന്നാണ്, അങ്ങനത്തെ ഒരു ക്യാപ്റ്റനായിരുന്നു. അതെ അതെ. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു അൺസർട്ടനിറ്റി വന്നിട്ട് നിർത്താം, മതി, അല്ലെങ്കിൽ ഇനി വിരമിച്ച് പോയാലോ എന്നൊക്കെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന അതാണ് ക്രിക്കറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. 2007 ഞാൻ ക്യാപ്റ്റനായി ഈ പറയുന്ന പോലെ ഗംഭീരമായ പ്രകടനം. എനിക്ക് ഹാട്രിക് ഉൾപ്പെടെ 12 വിക്കറ്റ് കിട്ടും ഒരു മാച്ച്. 7-5 അങ്ങനെ ഗുജറാത്തിനെ നമ്മൾ തോപ്പിക്കുമ്പോൾ എനിക്ക് 12 വിക്കറ്റാണ്. കേരളത്തിൽ 2 പേർക്ക് ഹാട്രിക് കിട്ടിയിട്ടുള്ളൂ രഞ്ജി ട്രോഫിയിൽ. ഒന്ന് ശ്രീശാന്തിന്, ഒന്ന് എനിക്കാണ്. ശ്രീശാന്തൻ ആദ്യത്തെ, എനിക്ക് അവസാനത്തെയാണ്. പക്ഷെ എന്നാൽ പോലും ഹാട്രിക്കാണ്. അപ്പോൾ പക്ഷേ ആ 12 വിക്കറ്റ് കിട്ടുന്നു, ഞാൻ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്നു, വിദർഭയെ തോപ്പിക്കുന്നു, നമ്മുടെ കേരള ടീം ഗംഭീരമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര നമ്മൾക്ക് ഈ പറയുന്ന
പറയുന്നത് സോണി ചെറുത്തൂർ എന്ന് പറയുന്നതിൻ്റെ ആ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ തൊട്ടടുത്ത സമയത്ത് ആ വർഷം അവസാനിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു നിഗിൾ വരും, ബാക്കിന് ഒരു ചെറിയ ഇഞ്ചുറി വരും. അപ്പോൾ ഇഞ്ചുറി വരുമ്പോൾ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളോട് സംശയം തോന്നും, നമ്മളിൽ ബാക്കിയുള്ളവർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ സീസണിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു 8 ആഴ്ചയ്ക്ക് ഇപ്പുറത്താണ് ഞാൻ സർജറി ചെയ്യുന്നത്. ബാക്ക് സർജറിയാണ്. ബാക്ക് സർജറി എന്നൊക്കെ റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബാക്ക് സർജറി ചെയ്തതിന് ശേഷം ഞാൻ കളിക്കാൻ ഫിറ്റ്നസ്സൊക്കെ തെളിയിച്ചു, ഞാൻ കളിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ബാക്ക് സർജറി ചെയ്ത ഫാസ്റ്റ് ബോളർ പിന്നെ ഗുണം പിടിക്കാൻ സാധ്യതയില്ല, അവനെ കൊണ്ടൊന്നും നടക്കുകയില്ല എന്നൊക്കെയുള്ളൊരു ഫീല് നമുക്കും അറിയാം. നമ്മളെ കാണുന്നവർ അങ്ങനെയാണ് ആലോചിക്കുന്നതെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ആദ്യത്തെ മാച്ച് ഇപ്പോൾ പ്രാക്ടീസ് മാച്ചിനൊക്കെ നന്നായിട്ട് എറിഞ്ഞു, ബോൾ ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യ മത്സരം കളിക്കുന്ന സമയത്ത് നമ്മൾ പാലക്കാടാണെന്ന് തോന്നുന്നു മാച്ച്. നമ്മൾ കേരളം ഗോവയായിട്ട് കളിക്കുകയാണ്. ആദ്യത്തെ ദിവസം കളി തീരുമ്പോൾ അതൊരു വളരെ ഫ്ലാറ്റ് വിക്കറ്റായിരുന്നു, റൺ ഒഴുകുന്ന വിക്കറ്റ്, ഔട്ട് ഫീൽഡും ഫാസ്റ്റാണ്. അവരുടെ ഗോവയുടെ സ്കോറ് 293-3 സ്വപ്നിൽ അസ്നോട്കർ എന്ന് പറയുന്ന IPL കളിച്ചിട്ടുള്ള ഒരു ബാറ്ററുണ്ട്. അയാൾ എന്താണ്ട് 150 ബാറ്റ് ചെയ്യുന്നു. അജയ് രാത്ര എന്ന് പറയുന്ന ഇന്ത്യക്ക് കളിച്ചിട്ടുള്ള വിക്കറ്റ് കീപ്പറാണ്. അയാൾ 100 ബാറ്റ് ചെയ്യുന്നത്. ഞാൻ ബോൾ ചെയ്ത് ന്യൂ ബോൾ എടുത്ത് ഓൾഡ് ബോൾ എറിഞ്ഞ് ഒന്നും നടന്നില്ല. അവസാനം ഞാൻ അന്നത്തെ ദിവസം വളരെ ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഉണ്ടായതുകൊണ്ട് 10-23 ഓവർ എറിഞ്ഞു. കാരണം നമ്മുടെ ബാക്കി നല്ല ടീനുമൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഫ്രഷായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കുറേ എറിയുകയും ചെയ്തു. ഒന്നും ശരിയാവാത്ത ദിവസം. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഇതേപോലെ കളി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രഷ്നെസ്സിൽ 1-2 വിക്കറ്റുകൾ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച്. അതും ഉണ്ടായില്ല. അതും റണ്ണൊക്കെ പോയി. അവർ 19 റണ്ണായപ്പോഴത്തേന് ഞാൻ ബോൾ ചെയ്തു. ആദ്യത്തെ ഓവർ ബോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നടക്കുന്നില്ല, ഇത് ശരിയല്ല. കാരണം എല്ലാവർക്കും സംശയമുണ്ട്, എനിക്കും മതിയായി. കാരണം ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ക്രിക്കറ്റിലും നമുക്ക് ഒരു കുഴി കുഴിച്ച് അകത്ത് പോയി ഇരുന്നാലോ എന്ന് ആലോചിക്കും. കാരണം ആരും നമ്മളെ കാണല്ലേ അല്ലേ. ചില ദിവസങ്ങളൊക്കെ നമ്മൾ ആൾക്കാരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കും, ഒരു 5 വിക്കറ്റൊക്കെ എടുത്തിട്ട് ആലോ എന്തൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കും. ഈ ദിവസം നമ്മളെ ദൈവം ആരും കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ടാകും. അത് അങ്ങനത്തെ ദിവസമാണ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് അകത്ത് പോയിട്ട് ആയില്ലേ അത് സീസൺ ആയിട്ട് മനസ്സിലായി. അത് ആ സമയത്ത് വിരമിക്കാം, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി അങ്ങ് രക്ഷപ്പെടാം. അപ്പോൾ ഈ ജീവിതത്തിലും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു മൊമെൻ്റ് നമുക്കെല്ലാം മാറ്റി തരും. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് വിരമിക്കാനായിട്ട് ഇത് അകത്ത് പോകുന്നു. ഈ ഓവർ കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് പോകുന്നു. അകത്ത് പോകുമ്പോൾ ഞാൻ പറയുന്നു പറ്റുന്നില്ല, കളി എന്താണെന്ന് വെച്ചാൽ. കാരണം അവർ ഏതാണ്ട് 350 റണ്ണായി, 350 3 വിക്കറ്റേ പോയിട്ടുള്ളൂ. അപ്പോൾ അടിച്ച് പപ്പടമാക്കുകയാണ്. അതായത് ആദ്യത്തെ ദിവസമാണ്, സീസണിൻ്റെ ആദ്യത്തെ മാച്ചാണ്, ആദ്യത്തെ ദിവസമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം കളി തുടങ്ങിയിട്ടും വിക്കറ്റൊന്നും പോയിട്ടില്ല. ന്യൂ ബോൾ വിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല. 350-400 റണ്ണ് അടുത്താവാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഓവർ തീർന്ന് പോവുകയാണ്. അവർക്ക് കാര്യം ചെയ്യാം. ഈ ഓസമിൻ്റെ പുറത്ത് ഇങ്ങനെ വൈഡായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കണം, അമ്മ അടിക്കാതിരിക്കാൻ വേണ്ടി എറിഞ്ഞുകൊണ്ടിരിക്കണം. എന്തായാലും പോകുന്നു, ഒരെണ്ണം അകത്തോട്ട് എറിഞ്ഞേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിക്കറ്റാണെങ്കിൽ ഫ്ലാറ്റാണ്, ബോൾ ബൗൺസ് ചെയ്യില്ല, ഭയങ്കര ഈസിയാണ് ബാറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒരെണ്ണം അകത്തോട്ട് എറിയാമെന്ന് വിചാരിച്ചിട്ട് ഓടിക്കൊണ്ടുവന്ന് ഞാൻ അകത്തോട്ടെറിഞ്ഞു. ഞാൻ അകത്തോട്ടാണ് എറിഞ്ഞത്, പക്ഷേ അതിനൊത്തിരി എഫേർട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ട് പോകുന്ന ബോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോൾ ഹിറ്റ് ചെയ്തിട്ട് ബോൾ കുറച്ച് പുറത്തോട്ട് പോയി. അപ്പോൾ ബാറ്ററും വിചാരിച്ച അകത്തോട്ടാണെന്ന് വിചാരിച്ചാൽ അകത്തോട്ട് കളിച്ച് ചെറിയൊരു ഔട്ട് സൈഡ് എഡ്ജ് എടുത്ത് ആ വിക്കറ്റിൽ ബോൾ ക്യാരി ഒന്നും ചെയ്യല്ല, കീപ്പറിൻ്റെ അടുത്തൊന്നുമില്ല. കീപ്പർ വെൻബായിരുന്നു. വെൻബായ് ഡൈവ് ചെയ്ത് താഴെ നിന്നൊരു ഭയങ്കര ക്യാച്ച് എടുത്തു, വിരലിൻ്റെ അറ്റത്ത് വന്നുകൊണ്ട് ക്യാച്ച്. ശരിക്കും പറഞ്ഞാൽ വിരമിച്ച് അപ്പോഴത്തേൻ്റെ ഒരു ആവേശം. അത് കഴിഞ്ഞ ഉടനെ ടിനുവിന് അടുത്ത് അപ്പുറത്തുനിന്ന് ഒരു വിക്കറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു ടിനു ഒരു ബൗൺസർ ഇടാന്ന് പറഞ്ഞു. ടിനു ബൗൺസർ എറിഞ്ഞ് അവൻ അടിച്ച് പൊക്കി വിക്കറ്റ് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേരണ്ട് 30-40 റൺസിനകത്ത് അവർ ഓൾ ഔട്ടായി. തിരിച്ച് നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഇതുവരെയും കേരളം ചേസ് ചെയ്തിട്ടുള്ള ഏറ്റവും റെക്കോർഡ് സ്കോർ, അതായത് രഞ്ജി ട്രോഫി മത്സരത്തിൽ 450-440 എന്തോ ആണ്. അത് നമ്മുടെ പിള്ളേർ ചേസ് ചെയ്ത് അടിക്കും. അത് കഴിഞ്ഞിട്ട് ആ സീസണിൽ തന്നെ എനിക്ക് വീണ്ടും അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിട്ടയർ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് ആ ഇന്നിങ്സ് തീരുമ്പോൾ 6 വിക്കറ്റ് കിട്ടും. 6 വിക്കറ്റ് കിട്ടും. എല്ലാം ഗംഭീരമായിട്ട് പോകും. അത് കഴിഞ്ഞ് സീസൺ ഗംഭീരമായിട്ട് പോകും. പക്ഷേ ആ മൊമെൻ്റ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള എല്ലാ അൺസർട്ടനിറ്റീസും നമ്മുടെ ഇതിലേക്ക് വരും. പക്ഷേ പിന്നീടൊരു മൊമെൻ്റ് മതി ഇതൊക്കെ മാറി മറിയാൻ എന്നുള്ളത് നമ്മളെ
ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്ട് പഠിപ്പിക്കും. അതെ അതെ, സ്പോർട്സ് ഇപ്പോൾ ടാലൻറ്റ് ഗ്രൂപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ നമ്മൾ സ്പോർട്സ് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു റീസൺ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാര്യം ഡെയിലി കുട്ടികൾ തോക്കണം. തോറ്റ് അതൊരു ഹാബിറ്റായി ശീലമായി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ തോക്കാതിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫിലൊരു മൊമെൻറ്റിൽ വന്നു, ആ മൊമെൻറ്റ് വരുമ്പം അവർക്ക് ആ തോൽവി എടുക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യാണ്, സൂയിസൈഡിലേക്ക് വരെ പോകുന്നൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതൊക്കെ സത്യത്തിൽ കുട്ടികളെ സ്പോർട്സിൽ ചെറുതിലേ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ, അതും അവരെ ഇൻറ്റൻഷ്യലി തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പരാജയങ്ങൾ എങ്ങനെ എടുക്കണമെന്ന്, ചെറിയ ചെറിയ പരാജയങ്ങൾ അവരെ വലിയ പരാജയങ്ങൾക്കൊരു പ്രിപ്പയർ ചെയ്യിക്കുമെന്നാണ്. ഇവിടെ നമ്മുടെ പാരൻ്റൊക്കെ പലപ്പോഴും കുട്ടികളെ തോൽക്കാൻ സമ്മതിക്കില്ല. അവർക്കും തോൽക്കണം ഇഷ്ടമല്ല. അങ്ങനെ തോൽപ്പിക്കാതെ ജീവിതത്തിൽ ഒരു വലിയ തോൽവി വരുമ്പോൾ ഇവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ സ്പോർട്സ് ഒരു ഭയങ്കര ഒരു ഊർജ്ജമാണ് അതിൽ. യാതൊരു സംശയമില്ല. ഞാനൊരു പേരൻ്റാണ്, പക്ഷെ എനിക്കും എൻ്റെ മകൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ജയിക്കണം. ജയിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ജയിക്കുന്നവരുടെ മാത്രമാണ് ഈ ലോകം നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തോക്കല്ലേ എന്നാണ്, ഇപ്പോൾ ആരും തോൽപ്പിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ഇത്തിരി മാർക്ക് കുറയുന്നല്ല, തോക്കുക എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റും. പക്ഷേ സ്പോർട്ട് അങ്ങനെയല്ല. സ്പോർട്ടിൽ തോൽവി എന്നുള്ളത് പലപ്പോഴും ക്രിക്കറ്റിലെ ഏറ്റവും ദൈവം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് സച്ചിൻ തെണ്ടുൽക്കറിന്റെ പോലും സക്സസ് റേറ്റ് എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ഇപ്പൊ 50 അടിച്ചാൽ അതൊരു സക്സസ് എന്ന് വയ്ക്കുകയാണെങ്കിൽ 50 അടിക്കാത്തത് തോൽവിയാണല്ലോ, സക്സസ് അല്ല, ഫെയിലിയർ ആണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും തെണ്ടുൽക്കറിന് 3 മത്സരങ്ങളിലൊന്നിൽ മാത്രമേ സക്സസ് ആവാൻ സാധിച്ചുള്ളൂ. ബാക്കി 3 ഫെയിലിയറാണ്. 3 കഴിയുമ്പോൾ 4ാമത്തേലായിരിക്കും അദ്ദേഹം സക്സസ് ആകുന്നത്, അല്ലെങ്കിൽ 50 അടിക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി 3 ഫെയിലിയറാണ്. അപ്പോൾ തെണ്ടുൽക്കറിന് പോലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇത്തരത്തിലുള്ള. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് തോൽവി ശീലമാക്കുക, അല്ലെങ്കിൽ തോക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളതിനപ്പുറത്ത് ആ തോൽവി വരുന്ന സമയത്ത് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ എനർജി നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ തോക്കുന്നത് എല്ലാത്തിൻ്റെ അവസാനമാണെന്നുള്ളൊരു ഫീലിലേക്ക് നമ്മൾ പോകില്ല. തോക്കും, അത് ഒരു കളിയാകുമ്പോൾ തോക്കും ജയിക്കും. പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇട്ടിരുന്നോ, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നോ, നിങ്ങൾക്ക് കൺട്രോളബിൾസിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്നോ? അൺകൺട്രോളബിൾസ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു വിക്കറ്റ് ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ബാറ്റ് ചെയ്യാൻ ചെല്ലുന്നത് ഇത്ര നല്ല സിറ്റുവേഷൻ ആയിരിക്കണം പറയാൻ പറ്റില്ല. അത് ആലോചിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാനും ആ പ്രോസസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാനും സ്പോർട്ട് സഹായിക്കും. അത് ജീവിതത്തിലും ഈ പറയുന്ന പോലെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ആ ഫീലിംഗ് നമുക്ക് പരിചിതമായിരിക്കും. അതായത് തോക്കുന്നതും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇത് മീഡിയ അറ്റൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതൊക്കെ ജീവിതത്തിൽ 1, 2, 10, 100 പ്രാവശ്യം നമ്മൾ അനുഭവിച്ച് കഴിയും. ആ അനുഭവിക്കുന്നത് സ്പോർട്ടിലൂടെ സംഭവിക്കും എന്നുള്ളത് ഒരുപക്ഷെ സ്പോർട്ട് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളാണ്. അതേപോലെ തന്നെയാണ് ജയിച്ച് ഗംഭീരമായിട്ട് നിൽക്കുന്ന സമയത്തും അഹങ്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് സ്പോർട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതെ, ഇപ്പോൾ ടാലൻറ്റ് ഗ്രൂപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ സ്പോർട്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു റീസൺ ഉണ്ട്. കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഈ ലഹരി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു എനർജി, ആ എനർജി നശിപ്പിച്ച് കളയാനൊരു സംവിധാനം ഇന്നില്ല. കുട്ടികൾ വരുന്നു, മൊബൈൽ ഗെയിം കളിച്ചിരിക്കുന്നു എന്നല്ലാണ്ട് ഈ ഒരു സംഭവത്തെ നമ്മൾ പറയുന്നത് അവിടെ അവരുടെ ഒരു ലഹരിയായിട്ട് സ്പോർട്സിനെ മാറ്റി കൊടുക്കാൻ കഴിയും. സ്പോർട്സിനോടങ്ങ് അമിതമായി പാഷനേറ്റായി ആ കുട്ടികൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പതിയെ അവർക്കതൊരു ലഹരിയാവും. എന്തെങ്കിലും ഒരു ലഹരി കുട്ടികൾക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്സിനെ നമുക്കൊരു സൈഡ് ലഹരിയാക്കാനും കൂടി കഴിയും എന്നുള്ളൊരു ആശയത്തോടെ എങ്ങനെ കാണുന്നു? അല്ല, യാതൊരു സംശയമില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ ലഹരി, ഒരു കുട്ടികൾക്കൊരു ലഹരി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ അവർ എണീക്കുന്ന സമയത്ത് ദേ ഹാവ് എ പർപ്പസ്. അവർക്ക് അത് ഒരു കുട്ടിയുടെ ഗ്രോത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം അതിനുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ആ ഗ്രോത്ത് സ്പ്രൗട്ടിൻ്റെ ഒക്കെ സമയത്ത് 14-15 വയസ്സിലേക്കൊക്കെ കുട്ടികൾ കടക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളിലൂടെ കുട്ടികൾ പോകുന്ന സമയമാണ്. ആ സമയത്താണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പർപ്പസ്, ആ ഒരു ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ ഇതാണ്, എൻ്റെ റുട്ടീൻസ് ഇതാണ്, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഡിസിപ്ലിൻ. ഇപ്പോൾ നമ്മൾ 5 മണിക്ക് സെഷൻ ഉള്ളതിന് 5:30 ചെല്ലാൻ പറ്റില്ല. അത് ആ കോച്ച്, സ്കൂളിലെ മാഷാണെങ്കിലും പഠിപ്പിക്കുന്ന കോച്ചാണെങ്കിലും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കൺട്രോൾഡ്, ഓർഗനൈസ്ഡ് ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പോർട്ട് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ പർപ്പസോടുകൂടി ജീവിക്കാൻ, അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ലഹരി കുട്ടികളിലേക്ക് വന്നിട്ടുണ്ട്. ഫിറ്റ്നസ്, അല്ലെങ്കിൽ എൻ്റെ ശരീരം നോക്കണം, എൻ്റെ ശരീരത്തിന്
ഇത്ര ചെയ്യാമായിരുന്നു, എനിക്ക് ഇപ്പം ഇത്ര ചെയ്യാം. ഞാൻ യോയോ ടെസ്റ്റ് 14 ചെയ്തിരുന്നു, ഇപ്പം എനിക്ക് 14.5 ചെയ്യാമെന്ന് പറയുന്നത്. ഞാൻ അവനോടൊപ്പം അവനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാന്നുള്ളതല്ല, അവൻ ചെയ്യുന്നത് പോലെ എനിക്കിപ്പോൾ ആ ഒരു സ്കില്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ എനിക്ക് നന്നാവണം. അപ്പോൾ അവൻ ഇത്ര മണിക്കൂർ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഇത്ര റെപ്പറ്റേഷൻ ചെയ്തപ്പോഴാണ് ഇത് വന്നത്, എനിക്കതുപോലെ മാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രിയേറ്റീവ് അല്ലാത്ത ഈ പറയുന്ന പോലെ ലഹരിയോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസിലേക്കോ കുട്ടികൾ പോകാതിരിക്കാൻ ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതിൽ തർക്കം വേണ്ട. അതെ അതെ. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ടാൽറൂപ്പ് മൂന്നാമതായിട്ട് ഊന്നൽ കൊടുക്കുന്നൊരു കാര്യം, നമ്മളിപ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ല എന്ന് പറയാം. ഇപ്പോഴത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ്. കഷ്ടിച്ച് ചിലപ്പോൾ വാക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരിക്കും, മറ്റതെല്ലാം കഴിഞ്ഞു. കാര്യം ഇപ്പോൾ നമ്മുടെ ജോബിൻ്റെയൊക്കെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും അങ്ങനത്തെ വല്ലാതെ മൂവ്മെൻറ്റ്സ് വേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡിൽ ഇരിക്കുന്ന ആളാവട്ടെ, ഏത് ജോബ് ചെയ്യുന്നവരാവട്ടെ, സ്പോർട്സിൽ എൻഗേജ് ചെയ്ത് തുടങ്ങിയാൽ സ്പോർട്സ് ഭയങ്കര രസകരമാണ്. അതിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അവർ എൻഗേജ് ചെയ്ത് തുടങ്ങിയാൽ അവരുടെ ശരീരത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഫിസിക്കലി അവരുടെ കുറേ പ്രോബ്ലംസ് ഇപ്പം നമ്മളൊക്കെ നേരിടുന്നൊരു വെല്ലുവിളി തന്നെയാണ്. കാര്യം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടൊരു ദിവസം അങ്ങനെ ഉണ്ട് എങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് ഇവൻ കോർപ്പറേറ്റ് കൾച്ചർ ഉൾപ്പെടെ വന്നാൽ, ആ സ്കൂളിലും കോളേജിലും ഇവൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളും ജോബ് ചെയ്യുന്നവരും സീനിയർ സിറ്റിസൺസും എല്ലാവർക്കും ആ ഒരു സ്പോർട്സ് കൾച്ചർ വന്നാൽ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ആളുകൾക്ക് ആ ഒരു ഹെൽത്ത് ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് എന്തായിട്ടുണ്ട് അവസാന കാലഘട്ടങ്ങളിൽ അത് പുഷ് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഹാബിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ സ്പോർട്സ് ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു ആശയം യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് നോക്കിയാൽ നമ്മൾ എല്ലാ വിദേശത്ത് നോക്കുക എന്നുള്ളതല്ല, പലപ്പോഴും അത്തരത്തിലുള്ള കൾച്ചർ ഉള്ള കമ്മ്യൂണിറ്റീസിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ദേ ലെറ്റ് ഗോ ഓഫ് സോ മെനി ഡിസ്ട്രാക്ഷൻസ്. അവർ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ കാമായിട്ട് കാണാനായിട്ട് ഈ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നു കുറവാണ്. അതിന് പല ഒരു ബയോളജിക്കൽ റീസൺസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പം ഹോർമോൺ സെക്രീഷൻസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് ഗുണം ഈ പറയുന്ന പോലെ മൂവ്മെൻറ്റ്സ് കൂടെ ഉണ്ടാകും. സ്പോർട്ടിൻ്റെ ഒരു ഗുണം നമുക്ക് ജിമ്മിൽ പോയാലും ഇത് കിട്ടും. അവിടെ ജിമ്മിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അത് വളരെ ഇപ്പോൾ ഒരു ട്രെയിനർ നമ്മൾ പറഞ്ഞു ഇത് ഇത്ര പ്രാവശ്യം പൊക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൊക്കുന്നു, അത് നല്ലതാണ്, അത് സ്പോർട്ടിനും ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു സ്പോർട്ടിൽ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു പന്ത് വരുന്ന സമയത്ത് നമ്മൾ കൈവയ്ക്കണം, അല്ലെങ്കിൽ ഫുട്ബോൾ തട്ടിയിട്ട് ആ പന്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യിക്കണം. അത് ഏത് സ്പോർട്ടും, ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് ബോൾ വരുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് പോകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡും വളരെ അലേർട്ടായിരിക്കും, നമ്മുടെ റിഫ്ലെക്സസ് നല്ലതായിരിക്കും. അതിനേക്കാളൊക്കെ കൂടുതൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഹെൽത്തി ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹെൽത്തി മൈൻഡ് ഉണ്ടാവുക. ഈ പറയുന്ന പോലെ മറ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്പോർട്ട് അത് ജിമ്മിലും അല്ലെങ്കിൽ വളരെ കൺട്രോൾഡായിട്ട് അറ്റ്മോസ്ഫിയറിലും ഒക്കെ ചെയ്യാമെങ്കിൽ പോലും ഒരു സ്പോർട്ട് കളിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ആവേശവും ആ ഒരു ശ്രദ്ധയൊക്കെ അത് നമ്മളെ കുറച്ചുകൂടി ഒരു ഉത്സാഹമുള്ളവരാക്കും. അതെ അതെ. ഇപ്പോൾ പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത് കുട്ടികളിലെ വിർച്വൽ ഓട്ടിസം ഇത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഗെയിമും ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന സംവിധാനങ്ങളായിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഈ ഹാൻഡ് കോർഡിനേഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം സ്പോർട്സിലൂടെയാണ് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഫീൽ ചെയ്തിട്ടില്ലേ നമ്മുടെ കുട്ടികളിലൊക്കെ? അതിപ്പോൾ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് ട്രയലിനൊക്കെ കുട്ടികൾ വരും. ഒരു പന്ത് പിടിക്കാൻ, ഞാൻ പന്ത് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ആ പന്ത് പിടിക്കാൻ ആ മൂവ്മെൻറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരൊട്ടനവധി കുട്ടികളെ നമുക്ക് കാണാം. കാരണം അവർ 4 ചുവരും ആ ടി വിയുടെ സ്ക്രീനുമാണ് മാത്രം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ്, ഒരു വസ്തു വായുവിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അത് മൂവിങ് ട്രാക്ക് ചെയ്യാനോ അത് ജഡ്ജ് ചെയ്യാനോ പലപ്പോഴും അവർക്ക് പറ്റാറില്ല. പന്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ പിടിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേഗത മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഒരു പന്തെടുത്ത് വെച്ച് എറിയാൻ പറ്റാത്ത, നമ്മൾ മാവിനൊക്കെ എന്തോരം എറിഞ്ഞിരിക്കുന്നത്, പട്ടി എത്ര എറിഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് കല്ലെടുത്ത് എറിഞ്ഞോടി രക്ഷപ്പെടും. പക്ഷേ അത്തരത്തിലുള്ള ഇപ്പം ഒരു മതിൽ ചാടണം, അല്ലെങ്കിൽ ഒരു കയ്യാലപ്പുറത്ത് കയറണം, ഇതൊന്നും നമുക്കൊന്നൊരു ബുദ്ധിമുട്ട് ഉള്ള കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിലേക്ക് അവർ എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ ഈ മോട്ടോർ സ്കിൽസ് നന്നായിട്ട് വരാത്തതിൻ്റെ പ്രശ്നങ്ങൾ പല കുട്ടികളിലും കാണാറുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ അവരുടെ
ലൈഫിൽ പോലും ഒരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് ഇപ്പം നമുക്കൊരു ത്രോ എറിയുന്ന പോലെ ഇപ്പോൾ സാധാരണ നോർമൽ മോട്ടോർ സ്കിൽ നമുക്ക് സ്പീഡിലൊന്നും ഓടാനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ജോയിൻറ്റ്സ് ഇപ്പോൾ പന്തെറിയുക എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ള കാര്യമല്ല. ഇപ്പോൾ ബോൾ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കില്ല. പക്ഷേ ഒരു നമ്മുടെ എൽബോയും കൈയും റിസ്റ്റും ഒക്കെ മടക്കിയും യൂസ് ചെയ്ത് നമുക്ക് എറിയാന്നുള്ളത് അത്ര ഒരു ഡിഫിക്കൽട്ട് സ്കില്ലല്ല. പക്ഷേ അത്തരത്തിലുള്ള ബേസിക് സ്കിൽസ് പോലും വഴങ്ങാത്ത, ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ അറിയിക്കുന്ന കാര്യമാണ്. അതെ അതെ. അല്ല ഇപ്പം നമ്മളിപ്പോൾ ഈ പറയണേ, ഇപ്പം നമ്മളെല്ലാ പാരൻസും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, സംഭവമൊക്കെ മനസ്സിലായി, ഇപ്പോൾ പറഞ്ഞ പരാജയം കുട്ടികൾ പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ലഹരിക്ക് കുട്ടികൾ അടിമപ്പെടരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഹെൽത്തി അറ്റ്മോസ്ഫിയർ വേണം, അല്ലെങ്കിൽ വിർച്വൽ ഓട്ടിസത്തിൽ നിന്ന് കുട്ടികൾ റിക്കവർ ആവണം. ഇതിന് എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് പലപ്പോഴും ഉണ്ട്. കാര്യം കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കളിക്കത്തില്ലല്ലോ, പണ്ടത്തെ കാലഘട്ടം പോലെ അല്ലല്ലോ ഇപ്പോഴും. ഇപ്പോൾ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും എല്ലാ സംവിധാനങ്ങളും വേണം. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം, അവിടെ ടാൽറോപ്പിൻ്റെ സ്പോർട്സ് എക്കോ സിസ്റ്റം അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ പറയുമ്പോൾ സ്പിൻവിക്ക് എന്നൊരു ബ്രാൻഡ് വരുമ്പം ഈ ഒരു കൺസേണാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സ്പിൻവിക്ക് ഇപ്പം നമ്മളന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിരുന്ന സമയത്ത് സ്പിൻവിക്ക് ആളുകളുടെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് മാറും. കാരണം ഇവിടെ ഒരുപാട് ഇപ്പോൾ സ്കൂൾസിലാവട്ടെ കോളേജസിലാവട്ടെ സ്പേസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ടർഫുകളുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്നേഴ്സ് ഇവിടെ ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിൽ കോച്ചുമാർ ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ല. ഇപ്പോൾ ഒരു കോച്ചിന് തന്നെ ഒരു കുട്ടി ഇപ്പോൾ ക്രിക്കറ്റിലാണ്, ബൗളിംഗ് ആണെങ്കിൽ സയൻറ്റിഫിക്കലി ഉള്ള ടൂൾസ് ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതിനൊരു ടോപ്പ് ലെവലൊരു ബ്രാൻഡ്, ഇപ്പോൾ KFC എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. KFC എന്ന് പറയുമ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ ഒരാളൊരു ലോക്കൽ ഷോപ്പ് നടത്തുന്നതും KFCയുടെ ഒരു ബ്രാൻഡ് തമ്മിലൊരു ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ KFC ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, ആ ബ്രാൻഡിനനുസരിച്ചിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി, കറക്റ്റായിട്ട് അവരെന്ത് ചെയ്തു, ഓരോ ഡോക്യുമെൻ്റ് ഇന്ന രീതിക്കായിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, താഴെ തട്ടിൽ വരെ എത്തിച്ചു. ഇപ്പോൾ നമ്മുടെ ചില ആളുകളായിരിക്കും ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ട് സ്പോർട്സിനെ മാറ്റിയെടുത്തൂടാ? ഒരു ഫ്രൈഡ് ചിക്കൻ ഇതിങ്ങനെ ആക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും മനുഷ്യന് ഏറ്റവും ലൈഫിൽ ആവശ്യമുള്ള സ്പോർട്സ് എന്തുകൊണ്ട് ഇങ്ങനെ ആക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് സ്പിൻവിക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ സൈറാഷ് മസൂദ് അതിൻ്റെ ചാർജ് ഏറ്റെടുത്തു. അപ്പോഴാണ് സൈറാഷ് മസൂദ് പറഞ്ഞു, ഒരാളുണ്ട് നമ്മളിത് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഒക്കെ ഇന്നോവേഷൻസ് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാണ്, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോണി ചേട്ടനിലേക്ക് എത്തുന്നത്. ഈ സൈറാഷ് മസൂദ് ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, സൈറാഷ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. സൈറാഷ് കിഡ്സ് ക്രിക്കറ്റ് ക്ലബ്ബിൽ വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്, വളരെ എന്തൂസിയാസ്റ്റിക്. അതിനുശേഷം പലപ്പോഴും അദ്ദേഹം ഈ കളി എന്നുള്ളതിനപ്പുറത്ത് ഈസ് എ ക്വാളിഫൈഡ് BCCI ലെവൽ 1 ക്വാളിഫൈഡ് കോച്ച്. അത് സാധാരണ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. നമ്മൾ പൈസ കൊടുത്താൽ അത് ഇത്ര കിടക്കുന്നത് പൈസ തീർത്താൽ അത് അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള നല്ലൊരു സിലബസ് പഠിച്ച് അതിൻ്റെ എക്സാംസ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ലെവൽ 1 അല്ലെങ്കിൽ അതിനുശേഷം ക്വാളിഫിക്കേഷനോട് പിന്നെ ഒരുപാട് പേര് തോറ്റു പോകാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള എക്സാം പഠിച്ച് പാസ്സായ ആളാണ് അദ്ദേഹം. ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്തത് എൻ്റെ ബാല്യകാലമാണ്. കാരണം എനിക്ക് ഇത്തരത്തിൽ എൻ്റെ സ്കൂളിലെ ഏറ്റവും നല്ല പ്ലെയർ ഞാനായിരുന്നില്ല. എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം എനിക്ക് പിന്നീട് മറ്റ് ലെവലുകളിലേക്കൊക്കെ എത്താൻ സാധിച്ചു. അപ്പം ഞാൻ അന്ന് കേട്ടിരുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കളിച്ച് എൻ്റെ കൊച്ചു സ്ഥലത്ത് കളിച്ചു തുടങ്ങിയ സമയത്ത് അതിനുശേഷം ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ പക്ഷേ പിന്നീട് പതുക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ബാലൻ സാറിനെ പോലെ, ബിജു ജോർജ് സാറിനെ പോലെയുള്ള നല്ല കോച്ചസിൻ്റെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു ഇൻപുട്സ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് കുറച്ചധികം നല്ല കുട്ടികളെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സൈറാഷ് വളരെ നിങ്ങളുടെ ഈ ഒരു സർവീസസ് നിങ്ങൾ ഈ 100, 150, 200 കുട്ടികളിലേക്ക് എത്തിയാൽ മതിയോ? നിങ്ങൾക്ക് ഒരു വലിയ തലമുറയെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാം. പക്ഷേ ആ സമയത്താണ് അതാണ് എനിക്കൊരു ഇത്തരത്തിലുള്ള സ്പിൻവിക്കിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്പിൻവിക്കിൻ്റെ ആശയങ്ങളോട് കൂടെ നിൽക്കാം എന്ന് എനിക്ക് തോന്നിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടിയിരുന്നില്ല. എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആ വഴിയെ പോകാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാഷൻ്റെ പുറകെ പോകാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നേക്കാൾ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് എനിക്ക് കിട്ടിയതുപോലുള്ള ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് പറഞ്ഞു തരാനും, നീ കൊള്ളാമെന്ന് പറഞ്ഞു തന്ന ചേട്ടന്മാർ, നീ ഇവിടെ സെലക്ഷൻ ഉണ്ട്, നീ ഒന്ന് പോയി നോക്കി, എന്താണെന്ന് അറിഞ്ഞോളൂ, നീ പോയി നോക്കെന്ന് പറയാൻ പറ്റിയുള്ള അത്തരത്തിലുള്ള എങ്കിലും ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നേക്കാൾ നന്നായിട്ട് കളിച്ചിരുന്ന ആളുകൾക്ക് അത് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയ ഇതായിട്ട് നീങ്ങും. പക്ഷേ അത്തരത്തിൽ
നമുക്ക് അത് ആളുകളെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നമുക്ക് തൊടാൻ പറ്റും എന്നുള്ളത് ഒരു കാര്യം. അതിനേക്കാൾ കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊരു പ്ലാറ്റ്ഫോമും ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറും ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. കാരണം കളി എന്നുള്ളതിൻ്റെ ഒരു കുറച്ച് സ്കില്ല് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കളിക്കാരനാക്കുക എന്നുള്ളതിനപ്പുറത്ത് കളിയിൽ മറ്റ് പല ആസ്പെക്ട്സും ഉണ്ട്. പ്രത്യേകിച്ച് ഡിസിപ്ലിൻ, ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുക, ഒരു ടീം ഡിസിപ്ലിൻ, അല്ലെങ്കിൽ തോൽവിയും ജയവും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്പോർട്ടിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലവും സിലബസും, അത് ഏത് സ്പോർട്ടിനും, അത് ക്രിക്കറ്റ് എന്നുള്ള സ്പോർട്ട് മാത്രമല്ല, സ്പിൻവിക്ക് എന്നുള്ളത് ക്രിക്കറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ബേസിക്സ്, അല്ലെങ്കിൽ ബേസിക്സ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടിൻ്റെ ബേസിക്സ് ഒരു കരിക്കുലമായിട്ട് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിന് ഓർഗനൈസ്ഡ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാകാൻ സാധിക്കുക, അത് എവിടെയും അത് യൂസ് ചെയ്യാൻ സാധിക്കുക. അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റാണ് സ്പിൻവിക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഗംഭീരമാണ്. അത് മാത്രമല്ല, അത് ഒരുപാട് പേരുടെ ക്രിക്കറ്റ് ജീവിതമോ അല്ലെങ്കിൽ സ്പോർട്സ് ജീവിതമോ നമുക്ക് അതിൽ തൊടാൻ സാധിക്കും. അതെ, മാത്രമല്ല ഒരുപാട് ആളുകളുടെ ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ടർഫ് തുടങ്ങിയിട്ടു ആളുകൾ ബിസിനസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു പാസീവ് ഇൻകം കിട്ടണം, ടർഫ് ചെയ്തിട്ടു. പക്ഷെ അവർക്ക് അറിയില്ല ഇവിടെ എങ്ങനെ അക്കാഡമി റൺ ചെയ്യണമെന്ന് അവർക്കറിയില്ല, വരുമാനം ഇല്ലാതെ നിൽക്കുന്ന ടർഫുകൾ. അപ്പോൾ സ്പിൻവിക്ക് പറഞ്ഞെന്താണ്, നിങ്ങളുടെ ടർഫുകൾ മുഴുവൻ ഈ സ്പിൻവിക്കിലേക്ക് രജിസ്റ്റർ ചെയ്തോ. അപ്പോൾ കോച്ച് ചെയ്യാൻ പ്രൊഫഷണൽ കോച്ചസാണ്, പക്ഷെ അവർക്ക് 10 കുട്ടികളേ ഉള്ളൂ, അവർക്ക് 20 കുട്ടികളില്ലാണ്ട് അവർക്കത് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്ത് പോകത്തില്ല. പക്ഷേ ബാക്കി 10 കുട്ടികൾ എങ്ങനെ എടുക്കണമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ കോച്ചസ്മാരോട് പറയും, നിങ്ങൾ സ്പിൻവിക്കിൽ രജിസ്റ്റർ ചെയ്തോ. അപ്പോൾ എല്ലാവരെയും വന്നിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട്, ഇപ്പം വോളിബോളാണ്, അല്ലെങ്കിൽ ഇപ്പം ബാഡ്മിൻ്റൺ ആണ്, അല്ലെങ്കിൽ ടെന്നീസാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽസ്, ഏറ്റവും പ്രൊഫഷണൽ മെൻറ്റേഴ്സ്, അതിൻ്റെ എക്സ്പേർട്സുകൾ, അതിൻ്റെ ഗൈഡ് ലൈൻസ്, സിലബസുകൾ റെഡിയാക്കുന്നത് എങ്ങനെയായിരിക്കണം. ഒരു കുട്ടി വന്നാൽ ഫസ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ കുട്ടി ഇപ്പം 365-ാമത്തെ ദിവസം കുട്ടി എങ്ങനെയായിരിക്കണം റിസൾട്ട്, എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് കുട്ടിയെ അനലൈസ് ചെയ്ത് നിങ്ങൾ ഓരോ ദിവസവും കൊണ്ടുപോകണം, എത്ര മണിക്കൂറായിരിക്കണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് കൊടുത്താൽ ഈ മെൻറ്റേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം അവർക്കൊരു ഗൈഡ് ലൈൻ കിട്ടി, അവർക്കൊരു ബ്രാൻഡ് സപ്പോർട്ട് കിട്ടി. വെറുതെ ഇപ്പം അശോക് കോച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വരില്ല. പക്ഷേ സ്പിൻവിക്കിൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് സ്പിൻവിക്ക് അക്കാഡമി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ബ്രാൻഡും അതിൻ്റെ പ്രൊമോഷൻസും കാണുമ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. സ്പിൻവിക്കിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടിയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഒരു സാധാ ടാക്സി, പക്ഷേ ആ ഊബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ ഊബറാണ്. പിന്നെ എന്താണ്, ഊബറിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിൽക്കുന്നത്, ഏത് ഡ്രൈവർ, ഏത് കാറ്, എവിടെ എത്തിയെന്ന് നമുക്കറിയാം. മറ്റേ ടാക്സി ആണെങ്കിലോ നമ്മൾ വിളിച്ചു വെച്ച് എവിടെ എത്തിയിട്ടാന്ന് ചോദിക്കണം, നമുക്കറിയില്ല. ഒരു നാട്ടിൽ പോയി, ഇപ്പോൾ ഡൽഹിയിൽ ചെന്നു, ഒരു ടാക്സി നമുക്ക് ഒരു പരിചയമില്ല. പക്ഷേ ഒരു ബ്രാൻഡിനെ ആകുമ്പോൾ ആളുകൾ ട്രസ്റ്റ് ചെയ്യും. ബ്രാൻഡിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, നമ്മളൊരു ടാക്സി കയറി കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുട്ടികളെ സെക്യൂരിറ്റി ആയിട്ട് നമുക്കറിയാം. അപ്പം സ്പിൻവിക്കിൽ വന്നു കഴിഞ്ഞാൽ പാരൻസിന് പോലും ധൈര്യമാണ്, സ്പിൻവിക്കിലാണ് വിട്ടയക്കുന്നത്. പിന്നെ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, അവരുടെ മോണിറ്ററിങ് സംവിധാനം ഉണ്ട്, അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. കുട്ടിയെ വീട്ടിലെത്തുമ്പോൾ ഇന്നതാ നിങ്ങളുടെ കുട്ടി പ്രാക്ടീസ് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ്, പഠിച്ച ഇന്നതാണ്, അവർക്ക് മോണിറ്ററിങ് സംവിധാനമുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയാണ്. ബാക്കി എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ഇതുപോലെ ഇത്രയും ആവശ്യകതയുള്ള ഒരു സ്പോർട്സിലൊന്നും അങ്ങനെ ഒരു സംവിധാനമല്ല. ടർഫുകൾ ഓരോ ടർഫുകളായിട്ട് നിൽക്കുന്നു, കോച്ചുകൾ ഓരോ കോച്ചസായിട്ട് നിൽക്കുന്നു. പാരൻസിന് താല്പര്യമുണ്ട് എൻ്റെ കുട്ടി എവിടെയോ കൊണ്ട് ചേർക്കണമെന്ന്, പക്ഷേ ഇത് എവിടെ കൊണ്ട് ചേർക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം വരുമ്പോൾ ആദ്യം നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 100 അക്കാഡമികളായിട്ട് 100 സെൻറ്ററുകളായിട്ട് വരുന്നു. പിന്നെ അത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നു. പിന്നെ ഇപ്പോൾ GCCയിൽ നമ്മളിപ്പം ദുബായിൽ, ഷാർജയിലൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അത് പതിയെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് പോയാൽ ഒരു വേൾഡിൻ്റെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് സ്പിൻവിക്ക് ഒരു ദിവസം വരും. ഇപ്പോൾ കാലിഫോർണിയ ഇരുന്ന് ഒരു പയ്യനുണ്ടാക്കി ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പൊക്കെ ഇന്ന് നമ്മൾ ലോകം ഉപയോഗിക്കുന്നത് പോലെ ലോകത്ത് സ്പിൻവിക്ക് എന്ത് ചെയ്യണം, ഇവൻ അമേരിക്കക്കാരനും ഉപയോഗിക്കണം, ജർമ്മൻകാരനും ഇറ്റലിക്കാരനും ഒക്കെ എന്ത് ചെയ്യണം, സ്പിൻവിക്കിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു ഫ്യൂച്ചർ. അത് ഫസ്റ്റ് കേരളത്തിലെ മക്കളിലൂടെ, കേരളത്തിലെ അപ്പം വ്യാവസായികപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ലെവലിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ടർഫ് ഓണേഴ്സ് പ്രോഫിറ്റബിൾ ആവും, ഒരുപാട് കോച്ചസിന് ജീവിത ഉപാധി ഉണ്ടാവും, കുട്ടികൾ പാരൻസിന് അവരുടെ കുട്ടികളെ ഹെൽത്തി ആയിട്ട്. നമ്മൾ പറയുന്നത് കോമ്പറ്റീറ്റീവ് സ്പോർട്സ് മാത്രമല്ലല്ലോ, ഇപ്പോൾ IPL കളിക്കണം, ഇന്ത്യൻ ടീമിൽ കയറണമെന്ന് മാത്രമല്ല, അവരുടെ ലൈഫ് നമുക്ക് വളരെ ഡിസിപ്ലിനായിട്ട്. ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പല കമ്പനികളും ഹയർ ചെയ്യുന്നത് തന്നെ സ്പോർട്സിലുള്ളവരെ ഹയർ ചെയ്യും. കാര്യം അതൊരു ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അത് പലപ്പോഴും തോന്നിയിട്ടില്ല ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ? യാതൊരു സംശയമില്ല. കാരണം പലപ്പോഴും ഞാൻ പല കമ്പനി, ഇപ്പോൾ ഏരീസ് ഗ്രൂപ്പ്, അവർക്ക് KCL ടീം, അദ്ദേഹത്തെ അവരുടെ ആളുകളോട് സംസാരിച്ച സമയത്ത് ക്രിക്കറ്റ് കോളേജിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ കാരണമാണ് ജോലി ഉറപ്പാണ്. കാരണം അവന് 11 പേരെ മേയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനൊരു കമ്പനി വന്നാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിൻ്റെ ടെക് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു പ്രൊഫഷണലിസവും
നമ്മുടെ ഞാനൊരു കോച്ചായിട്ട് നിൽക്കുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് എത്രത്തോളം നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം നമ്മൾ കോച്ച് ചെയ്യുന്നു, അത് കോച്ച് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൈയുണ്ടോ കാലുണ്ടോ എന്ന് നോക്കുന്നു, ഞാൻ തന്നെ കോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പന്തിട്ട് കൊടുക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അപ്പോൾ എനിക്ക് കാണാനും കേൾക്കാനും അവരെ അടുക്കാനും പറ്റുന്ന ഒരു കുറച്ച് കുട്ടികളുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള ടെക്നോളജിയും അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും അത്തരത്തിലുള്ള ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് അവരെ വലിയൊരു മാസിലേക്ക് അതിനെത്താൻ, അല്ലെങ്കിൽ ഈ സ്ഥലത്തെ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടുള്ള ഈ കുട്ടി ഈ സാധനം ഇതാണ് ചെയ്തതെന്നുള്ളതും ഈ കുട്ടിയുടെ ഈ ഒരു കാര്യം എനിക്ക് കാണാവുന്നുള്ള രീതിയിലേക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇത് ചെയ്തു കൊടുക്കാം, എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ കുട്ടി ഇതാണ് ചെയ്യുന്നത്, ഇത് മാറി ചെയ്യാമോ എന്നുള്ളത് നോക്കാം. അവിടെ അവൻ ഇന്ന് ചെയ്തിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട്, അതിൽ വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഏത് സ്പോർട്ടിലും അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ കുട്ടികൾക്ക് എത്താൻ സാധിച്ചത് താങ്കൾ സൂചിച്ച പോലെ അതൊരു ഗംഭീരമായ ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ ഒരു രസവും സുഖവും ഒക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്ന് നമുക്ക് സംശയം പറയാം. അതിനോടൊപ്പം തന്നെ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കോച്ചസും അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് ആർക്കാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ആളുകളെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന പോലെ ഒരു ചൈൽഡ് സേഫ് ഗാർഡിങ്ങും ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ സ്കില്ലിനെ പറ്റിയും സ്കിൽ പ്രോഗ്രഷനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കോച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ആ ഒരു സ്ഥലത്തെ കുറച്ചുകൂടി സേഫറാക്കും. അത് മാത്രമല്ല അവിടെ ആ കുട്ടികൾക്ക് കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ സ്പിൻ വീക്കിൻ്റെ ഏറ്റവും നല്ല ഉദ്ദേശം. അതെ അതെ. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്പിൻ വീക്കിൻ്റെ അക്കാഡമി വരണം, എല്ലാ കോളേജ് യൂണിവേഴ്സിറ്റികളിലും സ്പിൻ വീക്കിൻ്റെ അക്കാഡമി വരണം, ടർഫുകൾ സ്പിൻ വീക്കിൻ്റെ അക്കാഡമി വരണം. എല്ലാവരും, അതായത് സമൂഹം എല്ലാവരും സ്പിൻ വീക്ക് എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും, ഒരുപാട് ടെക്നോളജി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം, അതായത് ലോക്കലി അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സെൻട്രലൈസേഷൻ നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും, ബ്രാൻഡ് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് ഒരു ബിസിനസ് ആസ്പെക്ട്സിൽ ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗി 1,00,000 കോടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ 1% 1,000 കോടി എത്തിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം സ്പോർട്സാണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സംവിധാനം ഇത് അടുത്ത ലെവലിലേക്ക് ഒരു വലിയൊരു ആഗോള ബ്രാൻഡായിട്ട് സ്പിൻ വീക്ക് മാറണം. കൊമേഴ്ഷ്യൽ ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ അഭിമാനമായിട്ട് കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഈ ഒരു വെഞ്ചർ നാളെ 1,00,000 കോടിയുടെ അല്ലെങ്കിൽ ഒരു 10,00,000 കോടിയുടെയൊക്കെ ഒരു വെഞ്ചറായിട്ട് പോകണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്നത് സ്വിഗ്ഗിയുടെ 1%, 1,000 കോടിയുടെ വെഞ്ചറായാൽ പോലും കേരളത്തിന് വലിയ അഭിമാനമാണ്. കാര്യം അതാക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന സംവിധാനം. അപ്പോൾ അതിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. കാര്യം നമ്മൾ എന്ത് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ എൻഡ് ഓഫ് ദി ഡേ ചോദിക്കുന്നത്. എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളതിന് പകരം എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എത്ര ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ സ്പിൻ വീക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു വിപ്ലവമാകും, അതിൽ യാതൊരു സംശയമില്ല. അതിലേക്കുള്ള എല്ലാവരുടെയും ജേണിയാണ്. എല്ലാവരും ഇപ്പം കൂടുതൽ എക്സ്പേർട്സുകൾ നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോച്ചസ് ഒക്കെ ഇവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്പിൻ വീക്കിൻ്റെ പ്രോഗ്രസ്സിൽ എത്രത്തോളം അഭിമാനം തോന്നുന്നുണ്ട്? അല്ല, നമുക്ക് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ടെക്നോളജി പാർട്ടാണ് സ്പിൻ വീക്കിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പേരെ ഇതിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടോപ്പ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് കോച്ചസ്, അത് എല്ലാ സ്പോർട്ടിലെയും പലരെയും നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത്, അത് നമ്മൾ അയാളുണ്ടെന്നുള്ളതിനപ്പുറത്തോട്ട് ഈ ഒരു മിഷനും ഈ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ വലിപ്പവും അതിൻ്റെ വ്യാപ്തിയും കണ്ടിട്ടാണ് പലപ്പോഴും ആളുകൾ നമ്മളിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഗുണം വരുന്നത് ഒരുപക്ഷെ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലെ ക്രിക്കറ്റിനെയോ ഫുട്ബോളിനെയോ ബാഡ്മിൻ്റനെയോ കൂടുതൽ അറിയാൻ സാധിക്കാതെ അല്ലെങ്കിൽ ആരും അറിയപ്പെടാതെ പോകാൻ സാധ്യതയുള്ള കുട്ടികളിലേക്ക് ഈ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ബാഡ്മിൻ്റനോ ഏത് ഗെയിമാണെങ്കിലും എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്റ്റ് ഗംഭീരമാണ്. അതിനുള്ള വഴിയിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചധികം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷമുണ്ട്. അതെ അതെ. കാര്യം ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ഗ്രാമങ്ങളിലൊക്കെ ഈ വില്ലേജ് പാർക്കിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന് മാത്രം അഡ്മിഷനും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടുത്തെ പറയാം, ഈ വില്ലേജ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാനുള്ള സംവിധാനമാണ്. എന്നിട്ട് ഇപ്പം സ്പിൻ വീക്ക് വരുന്നത് ഓരോ ഇപ്പോൾ അജിനോറ ഇങ്ങനെ ഓരോ ബ്രാൻഡുകൾ വരുമ്പോഴാണ് ആളുകൾക്ക് അന്ന് നമ്മൾ എന്തിനാണ് ഈ ഗ്രാമങ്ങളിൽ മുഴുവൻ വില്ലേജ് പാർക്ക്
തുടങ്ങിയെന്ന് മനസ്സിലായി. കാര്യം ഒരു സ്പിൻ വീക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ ഗ്രാമത്തിലുള്ള ഒരു ടർഫ് ഇതിലേക്ക് വരുന്നു, ആ ഗ്രാമത്തിലുള്ള കോച്ചസ് വരുന്നു, അവിടുത്തെ കുട്ടികളെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വില്ലേജ് പാർക്ക്, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 1064 ഗ്രാമങ്ങളിൽ വില്ലേജ് പാർക്ക് വരും. അപ്പോൾ അല്ല, ആദ്യത്തെ 100 വില്ലേജ് പാർക്കുകൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ടാൽറോപ്പ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ എക്കോ സിസ്റ്റത്തിലെ ഓരോ ഇൻഡസ്ട്രിയിലെയും ഇതുപോലുള്ള വെഞ്ചേഴ്സിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. ഇപ്പോൾ വില്ലേജ് പാർക്കിൽ 100 വില്ലേജ് പാർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് 100 അക്കാഡമി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, കമ്മ്യൂണിറ്റി നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റവും ഇപ്പോൾ താങ്കളിപ്പോൾ ഉള്ള സ്പോർട്സിലെ എക്സ്പെർട്ടൈസുകളും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം പലർക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഫഷണൽസ് ഭയങ്കര ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളെല്ലാവരും കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്പിൻ വീക്ക്. അപ്പോൾ സമൂഹത്തിൽ അതൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവട്ടെ. താങ്കളൊക്കെ സ്വപ്നം കാണുന്ന പോലെ ഒരു 10,000 കുട്ടികളിലേക്ക് അപ്പുറം മില്യൺസ് ഓഫ് സ്റ്റുഡൻസിന് അവരുടെ ഒരു ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സ്പിൻ വീക്കിലൂടെയും താങ്കളുടെ എക്സ്പെർട്ടൈസിലൂടെയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്താലോ? എനിവേ, താങ്ക് യു വെരി മച്ച്.